അസ്സലാമു ഇത് വയനാട് നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ ഏറ്റവും മുകൾ ഭാഗത്ത് ഉത്ഭവ സ്ഥാനമാണ്. ഇവിടെ ഏകദേശം 52 വീടുകളുണ്ടായിരുന്നു തുടക്കത്തിൽ. താഴെ ഭാഗത്ത് ഏകദേശം 100-200ഓളം വീടുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇത് ഈ 51 വീടുകളിൽ എന്തോ സൂചനയുടെ അടിസ്ഥാനത്തിലോ എന്താ അറിയില്ല, അവർ സേഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാറി നിന്നതുകൊണ്ട് അവർ 50ഓളം വീടുള്ള ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. 2-3 വീടുകളുള്ള ആളുകളും ഒരു റിസോർട്ടുള്ള ആളുകളും കാണാനില്ലാന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. പിന്നെ നമ്മളെ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നതിലേറെ അപകടാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇനിയും നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനുണ്ട്. ഏതായാലും അല്ലാഹു ദൈവം ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തിയിട്ടുള്ളത്. ഉയർന്ന സ്ഥലത്ത് താമസിക്കുന്ന ജനവാസമുള്ള ഭാഗത്തുകൂടെയാണ് വെള്ളം വന്ന് അവരെ തുടച്ചു മാറ്റി ഒഴുകിപ്പോയിക്കുകയാണ്. അതായത് ഒരു മലയിലേക്ക് കുത്തി വരുമ്പോൾ ആ മലയിൽ വെള്ളം അടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മലയിലേക്ക് രണ്ടാമത് പോയി അവിടെ അടിച്ച്, അങ്ങനെ കുന്നും പ്രദേശത്ത് ഭാഗത്തുകൂടെയാണ് ഈ വെള്ളം അടിച്ച് വാരി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ കൂടുതൽ താമസിച്ചിരുന്നു അത്തരം ഇടങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും അപകടാവസ്ഥ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ മാനുവലായിട്ട് മനുഷ്യ സഹജമായിട്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. മേൽഭാഗങ്ങളിലൊക്കെ ഏകദേശം എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള പ്രവർത്തകരൊക്കെ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റികളൊക്കെ ശ്രമിച്ചു. ഇനിയിപ്പോൾ മിഷനറി ബന്ധപ്പെട്ടുകൊണ്ട് ഇറ്റാച്ചിയും JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 3 മീറ്റർ 4 മീറ്റർ 7 മീറ്ററോളം താന്നു പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട്, തൂർന്നു പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഡെപ്തുള്ള ഭാഗങ്ങളുണ്ട്. അതിലൊക്കെ ഇനി മിഷനറി ഉപയോഗിച്ച് ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രസ് ഓർഗനൈസ് പ്രതിനിധികളായിട്ട് വന്നതാണ്. മലപ്പുറത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരം മലപ്പുറം ജില്ലയിൽ നിന്ന് ഏകദേശം 30-35ഓളം ഇറ്റാച്ചികളും അതുപോലെ പാറ പൊട്ടിച്ചെടുക്കുന്ന ബ്രേക്കർ സംവിധാനങ്ങളൊക്കെ ഒട്ടനവധി എത്തിയിട്ടുണ്ട്. അതിവിടെ ഒരു പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതിനും മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലുള്ള അവരെ സഹായിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഓർത്തുപോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അപകടമാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ദൈവം അല്ലാഹു നാം എല്ലാവരെയും രക്ഷിക്കുമാറാണ്.